കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ ചട്ടങ്ങൾക്ക് പൂർണ്ണമായും വിരുദ്ധവും ഇന്ന് ബഹുമാനപ്പെട്ട കോടതി അത് ശരിയാണെന്ന് ഞങ്ങൾ ബാക്കൗട്ട് നടത്തി ബഹിഷ്കരിച്ച് പോയിട്ടുള്ള കാര്യം ശരിയാണെന്നും ആ പ്രമേയം ഞങ്ങൾക്ക് ചട്ടവിരുദ്ധമാണെന്ന് ആരോപിക്കുവാനുള്ള പിന്തുണ അല്ലെങ്കിൽ ഇന്ന് കോടതി എടുത്തിട്ടുള്ള കേസെടുക്കാൻ അനുവദിച്ചിട്ടുള്ളത് പ്രകാരം അത് പൂർണ്ണമായും അത് പിൻവലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. ആ കഴിഞ്ഞ കാല പ്രമേയം, അതായത് മേയറുടെ നടപടിക്രമങ്ങൾ, നടുറോഡിലുണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു പാവപ്പെട്ട ഡ്രൈവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആ വിഷയം ശരിയാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രമേയം അങ്ങേയറ്റം ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്ന പ്രകാരം തെറ്റാണ് എന്ന് ഇവിടെ ഒന്നുകൂടി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. കാരണം ഇത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു സാധാരണ 211 രൂപ ജോലിക്ക് കൊടുക്കുന്ന ഒരു തൊഴിലാളിയെ ഇവിടെ അധികാരമില്ലാത്ത മനസ്സിലാക്കാത്തത് ഈ പ്രമേയത്തിൽ ഈ സഭയില് ഒരു നിമിഷം എല്ലാ കൗൺസിൽ അംഗങ്ങളും ഒരൊറ്റ കാര്യം ശ്രീ ബഹുമാന്യനായ ഡെപ്യൂട്ടി മേയർ ഒരൊറ്റ നിമിഷം ഒരു നിമിഷം ഈ വിഷയത്തിൽ ദയവായി കേൾക്കണം. ഇവിടെ ഇരിക്കുന്ന കൗൺസിലർമാർക്ക് ഇവിടെ പറയുന്ന കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും പത്രമാധ്യമങ്ങളിൽ തെറ്റായ ഒരു പ്രചരണം കണ്ടുകൊണ്ട് അങ്ങനെ ഒരു പ്രമേയം ഈ കൗൺസിലിൽ പാസ്സായിട്ടുണ്ട് എന്ന് ഈ കൗൺസിലിൽ വന്ന് പ്രസംഗിക്കാൻ എങ്ങനെയാണ് ശ്രീ M.R. ഗോപൻ താങ്കൾക്ക് കഴിഞ്ഞത്? ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു പ്രമേയം ഇവിടെ പാസ്സായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ BJPക്ക് കഴിയുമോ? അങ്ങനെ ഒരു പ്രമേയം ഈ കൗൺസിലിൽ പാസ്സായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ BJPക്ക് കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു പ്രമേയവും ഇവിടെ പാസ്സായിട്ടില്ല. അങ്ങനെ ഒരു പ്രമേയവും ഇവിടെ പാസ്സായിട്ടില്ല. ഇന്നത്തെ ശ്രീ DR അനിൽ. ബഹുമാനപ്പെട്ട മേയർ, ഇത് അവർക്ക് ഈ കൗൺസിലിൽ ഇരിക്കാൻ താല്പര്യമില്ല. തിരുവനന്തപുരം നഗരത്തിന്റെ വെള്ളക്കെട്ടിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ, ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനും മഴക്കാലപൂർവ്വ ശുചീകരണത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനും എവരാരും താല്പര്യമുള്ളവരല്ല. മേയർ, ഇടതുപക്ഷത്തിന് പറയാനുള്ളത് ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള 1 ലക്ഷം രൂപ എന്നുള്ളത് 2 ലക്ഷമായി വർദ്ധിപ്പിക്കാൻ ദയവ് ചെയ്ത് മനസ്സുണ്ടാകണം. പിന്നൊന്ന്, വെള്ളപ്പൊക്കം കയറുന്ന വാർഡുകളുണ്ട്, ചില വാർഡുകളുണ്ട്. ആ വാർഡുകളെല്ലാം തന്നെ പല തരത്തിലേക്ക് തരംതിരിക്കണം. വെള്ളപ്പൊക്കം കയറുന്ന വാർഡുകളുമുണ്ട്, അല്ലാത്ത വാർഡുകളുമുണ്ട്. അവയെ തരംതിരിച്ച് പരിശോധന നടത്തി നിങ്ങൾ ഇതിനകത്ത് ഒരു ഇടപെടൽ നടത്തണം. എനിക്ക് ഒരു വാക്കാൽ പ്രമേയവും കൂടി പറയാനുണ്ട്. പ്രമേയമായിട്ട് അംഗീകരിച്ചാൽ നല്ലത്. ബഹുമാനപ്പെട്ട കരമന അജിത്ത് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട് ആരോ ആക്രമിക്കുന്നെന്ന്. നമ്മളെ ഈ ഇതിനകത്തുള്ള 100 കൗൺസിൽമാരിൽ ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ആശങ്കയോടുകൂടി പോലീസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പോലീസിനെ കൊണ്ട് അടിയന്തരമായി അത് അന്വേഷിക്കാനും നിയമപരമായ നടപടികൾ ഈ അജിത്തിന്റെ വീട് ആക്രമിച്ചവർക്കെതിരായിട്ട് എടുക്കാനും കൂടി ഒരു പ്രമേയം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ആ പ്രമേയം മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയും ഈ ഇരിക്കുന്ന 100 കൗൺസിലർമാർക്ക് വേണ്ടിയും അവതരിപ്പിക്കുകയാണ്. അതുകൂടി മേയർ രേഖപ്പെടുത്തണം. 2, മഴക്കാലപൂർവ്വ ശുചീകരണം വളരെ ആത്മാർത്ഥമായി കഴിഞ്ഞ കൗൺസിൽ കാലയളവിലും 2023 കാലയളവിലും നന്നായി നടത്തിയ നഗരസഭയാണിത്. 1000ഓളം വർക്ക് മേയറുടെ നേതൃത്വത്തിൽ നന്നായി സംഘടിപ്പിച്ച ഈ നഗരസഭാ കൗൺസിലിന്റെ പ്രവർത്തനം ഈ 56 കൗൺസിൽമാരുടെ വാർഡുകളിലും ഉറപ്പായി നടത്തിയെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മേയറോടൊപ്പം ഉണ്ടാകുമെന്ന് ഇതിനാൽ ഉറപ്പു പറയുകയാണ്. ഈ കൗൺസിലിലെ
ഈ ഇറങ്ങിപ്പോകുന്ന 34 കൗൺസിലർമാരുടെ വാർഡുകൾ, ഈ ഇറങ്ങിപ്പോകുന്ന 34 വാർഡ് കൗൺസിലർമാരുടെ വാർഡുകളിലും അവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ആ വാർഡുകളിൽ, ഈ 35 വാർഡുകളിലെയും ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യമാണ് മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറയുന്നത്. അതിന് അവിടെ സംഘടിപ്പിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം നൽകുമെന്നും ഇവിടുത്തെ 100 വാർഡും ശുചീകരിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പ്രവർത്തകരും ഉണ്ടാകുമെന്നും മേയർക്ക് ഈ അവസരത്തിൽ ഉറപ്പു